ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹംഗറിയിലെ കൃഷിയിടങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഓസ്ട്രിയയുടെ വിയന്നയിൽ നിന്നും ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലേക്കുള്ള യാത്രയിൽ ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ആദ്യത്തേത് വിയന്ന സിറ്റിയുടെ ഔട്ടർ ഏരിയകളും രണ്ടാമത്തേത് ഓസ്ട്രിയയുടെ അവസാന ഭാഗമായ ഏരിയയിലെ കാറ്റാടിപ്പാടങ്ങളുമാണ്. ഇത് നമ്മളുടെ മൂന്നാമത്തെ ഭാഗമാണ്. ഹംഗറിയുടെ ഏരിയയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ബുഡാപെസ്റ്റിനെ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. വഴിയുടെ ഇരു സൈഡുകളിലും ഇങ്ങനെ കടുകുപാടങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നു. മൊത്തം മഞ്ഞിപ്പാണ് രണ്ട് സൈഡിലും. കടുകുപാടങ്ങൾ നമുക്ക് വഴിമാറി അത് കഴിയുമ്പോഴത്തേനും മറ്റുള്ള വിളകളുടെ സ്ഥലങ്ങൾ വരുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളും കൃഷിയുടെ പല സ്റ്റേജിലാണ്. ചിലയിടത്ത് കൃഷി സ്ഥലം ഉഴുതെല്ലാം റെഡിയാക്കി വിളവ് ഇറക്കാൻ വേണ്ടിയിരിക്കുന്നു. ചില സ്ഥലത്ത് അത് ആ വിളവിൻ്റെ ഏതാണ്ട് ഇത് മൂപ്പെത്തിയിരിക്കുന്നു. ചില സ്ഥലത്ത് ഈ പൊട്ടിത്തളർത്ത് ഇങ്ങനെ നല്ല പച്ചപ്പോടുകൂടി ഇരിക്കുന്നു. അങ്ങനെ ഓരോ പ്രദേശത്തും കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിലാണ് ഇപ്പം വിളകൾ നിൽക്കുന്നത്. ഓസ്ട്രിയൻ അതിർത്തിയിൽ നിന്ന് ബുഡാപെസ്റ്റിലേക്കുള്ള ഒരു കാർ യാത്ര ആരംഭിക്കുന്ന ഹംഗറിയിലെ കൃഷിയിടങ്ങളുടെ സമ്പന്നവും ആഴത്തിലുള്ളതുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. അവിടെ മനോഹരമായ ഭൂപ്രകൃതികളും ആഴത്തിലുള്ള പാരമ്പര്യങ്ങളും ഗ്രാമീണ ജീവിതത്തിൻ്റെ സവിശേഷമായ ഒരു അലങ്കാരമായി ഒത്തുചേരുന്നു. ഈ ഡ്രൈവ് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പ്രവേശനം മാത്രമല്ല, പ്രകൃതിയും ചരിത്രവും സംസ്കാരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്തിലൂടെയുള്ള ഒരു കടന്നുപോകലുമാകുന്നു. ഓസ്ട്രിയൻ അതിർത്തിയിൽ നിന്ന് പുറപ്പെടുന്നു. നിങ്ങൾ ഓസ്ട്രിയൻ അതിർത്തിയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ഡ്രൈവിൻ്റെ പ്രാരംഭ ഭാഗം ഹംഗേറിയൻ സമതലങ്ങളിലേക്കുള്ള സൗമ്യമായ ഇറക്കമാണ്. റോഡിൻ്റെ ആദ്യ ഭാഗം പലപ്പോഴും M1 മോട്ടോർവേക്കൊപ്പം നന്നായി പരിപാലിക്കപ്പെടുന്ന ഒരു പാതയാണ്. അതിനു മുന്നിലുള്ള ശാന്തമായ ഗ്രാമീണ ഭൂപ്രകൃതിയുമായി തികച്ചും വ്യത്യസ്തമാണ്. ഡ്രൈവിൻ്റെ ഈ ഭാഗത്തെ ആധുനിക ഇൻഫ്രാസ്ട്രക്ചറും തിരക്കേറിയ പട്ടണങ്ങളുടെ ഇടയിലുള്ള കാഴ്ചയും അടയാളപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു പരിതസ്ഥിതിയുടെ കൊടുമുടിയിലാണെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. നമ്മൾ ആ നിരപ്പുള്ള പ്രദേശം കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ ഫ്രണ്ടിൽ കാണാൻ ഒരു വലിയ കുന്നൻ പ്രദേശം കാണാൻ പറ്റും. ഇവിടെ രണ്ട് സൈഡും നിരപ്പായ സ്ഥലമാണ്, കൃഷിയിടങ്ങളാണ്. അങ്ങ് മുൻഭാഗത്തായിട്ട് ഒരു കുന്നിൻ ചെരുവ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത, വഴി സൈഡിൽ നിറയെ വരിവരിയായിട്ട് മരങ്ങൾ നന്നായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഇലകളും ഒക്കെ ആയിട്ട് ഈ മരങ്ങൾ നല്ല പച്ചിച്ച് തഴച്ച് വളർന്നു നിൽക്കുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത, ആ മലമുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം നമുക്കൊരു പക്ഷി, ഒരു തരുൾ പ്രതിമ എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ആ മലയുടെ മുകളിൽ ഒരു പക്ഷി ഇങ്ങനെ പറന്നുയരാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു പുരാതന ഹംഗേറിയൻ ചിഹ്നമായ ഒരു ഫാൽക്കൺ എന്നറിയപ്പെടുന്ന തരുൾ പക്ഷിയുടെ പ്രതിമയാണിത്. 1907 മുതൽ ടാബിനിക്ക് അടുത്തുള്ള ചുണ്ണാമ്പുകല്ലിൽ നിന്ന് താഴെയുള്ള ഭൂപ്രകൃതി ഇത് വീക്ഷിക്കുന്നതായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ ജഡായു പാറ പോലെ അവിടെ ആ കുന്നിൻ്റെ മുകളിൽ മൊത്തം ആ കുന്നിൽ നിന്ന് താഴ്പ്രദേശം മുഴുവൻ കാണത്തക്ക രീതിയിലൊരു ഒരു ഫാൽക്കൺ എന്ന് കരുതപ്പെടുന്ന തരുളിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു.
നിങ്ങൾ ഹംഗറിയിലേക്ക് കൂടുതൽ ആഴത്തിൽ വാഹനം ഓടിക്കുമ്പോൾ വിശാലമായ കൃഷിയിടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ തുടങ്ങുന്നു. യമൻ മോട്ടോർവേ ഒരു പ്രധാന പാതയാണെങ്കിലും തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്ന വിശ്രമ സ്ഥലങ്ങളിലൂടെയും മനോഹരമായ വ്യൂ പോയിന്റുകളുടെയും ഹംഗേറിയൻ ഗ്രാമങ്ങളുടെ ഹൃദയഭാഗത്തേക്ക് ഒരു കാഴ്ച നൽകുന്നു. വിശാലവും തുറസായുധമായ ഫീൽഡുകൾ ഈ വീക്ഷണകോണുകളിൽ നിന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാനാകും. ഇവിടുത്തെ ഭൂപ്രകൃതി പ്രധാനമായും പരന്നതാണ്. വിശാലമായ കാർഷിക വയലുകൾ ആകാശത്തെ അഭിമുഖീകരിക്കുന്നു. ഈ വയലുകൾ വ്യത്യസ്ത വിളകളുടെ ഒരു പാച്ച് വർക്കാണ്. ഗോതമ്പ്, ധാന്യം, സോയാബീൻ എന്നിവ ഇവിടെ ആധിപത്യം പുലർത്തുന്നു. ഇത് നിറങ്ങളുടെയും ടെക്സ്ചറുകളുടെയും സമ്പന്നമായ ഒരു മൊസൈക്ക് സൃഷ്ടിക്കുന്നു. വഴിയുടെ മധ്യഭാഗത്തായിട്ട് ചെടികളൊക്കെ നല്ല ഷേപ്പിൽ വെട്ടി ഒതുക്കി നിർത്തിയിട്ടുണ്ട്. മുന്നോട്ട് പോകുന്തോറും ആ സമതലം മാറി ചെറിയ കുന്നുകളൊക്കെ കാണുന്നുണ്ട്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ജീവിത രീതിയുടെ മുഖസാക്ഷികളായി നിലകൊള്ളുന്ന പരമ്പരാഗത ഹംഗേറിയൻ ഫാം സ്റ്റേഡുകളാൽ കൃഷിയിടങ്ങൾ ഇടകലർന്നിരിക്കുന്നു. പലപ്പോഴും നാടൻ കളപ്പുരകളും ഓലമേഞ്ഞ മേൽക്കൂരകളും കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഹോം സ്റ്റേഡുകൾ കാലാതീതമായ മനോഹാരിതയാൽ നിറഞ്ഞതാണ്. ഉഴുതുമറിച്ച വയലുകൾ നടാനോ വിളവെടുക്കാനോ തയ്യാറായി നിൽക്കുന്ന കാഴ്ച തുടർച്ചയുടെയും പാരമ്പര്യത്തിൻ്റെയും ഒരു ബോധം ഉണർത്തുന്നു. ഇത് ഭൂമിയും അതിലെ ജനങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഈ വയലുകളിൽ പ്രവർത്തിക്കുന്ന കർഷകർ ഹംഗേറിയൻ കാർഷിക പൈതൃകത്തിൻ്റെ ജീവനുള്ള പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്നു. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട രീതികൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഇവിടെ കുറച്ചുകൂടെ നിരപ്പുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അങ്ങ് അകലെ ചക്രവാളത്തിൽ ചെറിയ കുന്നുകൾ കാണാം. അന്തരീക്ഷം മേഘാവൃതമാണ്. വഴിയുടെ ഇടതുവശത്തുള്ള ആ മരങ്ങളിലെ പൂക്കളും ഒക്കെ വളരെ മനോഹരമാണ്. ഇതെല്ലാം ഇങ്ങനെ നിരനിരയായി വഴിയുടെ സൈഡിൽ ഇങ്ങനെ മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഡ്രൈവിൻ്റെ മധ്യത്തിൽ നിങ്ങൾ ബുഡാപെസ്റ്റിൻ്റെ പ്രാന്തപ്രദേശത്തെ സമീപിക്കുമ്പോൾ ലാൻഡ്സ്കേപ്പ് സൂക്ഷ്മമായി മാറാൻ തുടങ്ങുന്നു. കാടുകളുടെയും ചെറിയ കുന്നുകളുടെയും വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്താൽ ഈ പരിവർത്തനത്തെ അടയാളപ്പെടുത്തുന്നു. യാത്രയുടെ ആദ്യ ഭാഗത്തെ വിശാലമായ സമതലങ്ങളെന്ന് പ്രകൃതി ദൃശ്യങ്ങളുടെ മാറ്റം വാഗ്ദാനം ചെയ്യുന്നു. പ്രകൃതി സൗന്ദര്യത്തിന് പേര് കേട്ട ഈ പ്രദേശം ഇവിടുത്തെ പാരിസ്ഥിതിക വൈവിധ്യത്തിന് സംഭാവന നൽകുന്ന നിരവധി സസ്യ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. നമ്മളിനി പ്രവേശിക്കാൻ പോകുന്നത് ഒരു ഈ ഇതെല്ലാം മാറി ഒരു കാടുകളുടെ ഒരു പ്രദേശത്തേക്കാണ്. ജൈവ വൈവിധ്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഇവിടെ എല്ലാം സൈഡിൽ നമുക്ക് ധാരാളം വീടുകളും ടൗൺഷിപ്പുകളൊക്കെ കാണാൻ സാധിക്കും. നമ്മളിങ്ങനെ ടൗണിൽ നിന്നും വിട്ട് ഈ മെയിൻ ഹൈവേ വഴിയാണ് യാത്ര ചെയ്യുന്നത്. വന്ന വഴിക്കുള്ള ചെറിയ പട്ടണങ്ങളിലേക്കൊന്നും നമ്മൾ ഇറങ്ങിയില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബുഡാപെസ്റ്റിൽ പോയി അവിടുത്തെ കാഴ്ചകൾ ഇന്നത്തെ പകൽ ആസ്വദിക്കുക എന്നുള്ളതാണ്.
നമ്മൾ ഇടയ്ക്ക് സൈഡിലേക്കൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ യാത്ര നമുക്ക് അവിടെ ബുഡാപെസ്റ്റിൽ കൂടുതൽ സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്കുള്ള ചെറിയ പട്ടണങ്ങളിലൊന്നും കയറാതെ നമ്മൾ ഡയറക്റ്റ് ഈ നാഷണൽ ഹൈവേ വഴി നമ്മൾ പോവുകയാണ്. ബുഡാപെസ്റ്റിനോട് അടുക്കുമ്പോഴത്തേനും രണ്ട് സൈഡിലും നിറയെ വീടുകളും കടകളും ടൗൺഷിപ്പുകളെല്ലാം കാണാം. വലതുവശത്തൊക്കെ വലിയ ബിൽഡിങ്ങുകളും എല്ലാം ഉണ്ട്. ഇവിടെ ഇടതുവശത്തും നിറയെ ബിൽഡിങ്ങുകളാണ്. ഇതൊക്കെ ടൗൺഷിപ്പുകളാണ്. നമ്മുടെ വഴിയുടെ മീഡിയനിൽ നിറയെ കളർഫുള്ളായിട്ടുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ രണ്ട് സ്ഥലങ്ങളിലും രണ്ട് സൈഡിലും കെട്ടിടങ്ങളും എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് വരും തോറും നമ്മൾ പറഞ്ഞ മരങ്ങളുടെ വൈവിധ്യങ്ങൾ കണ്ടു തുടങ്ങി. നിറയെ കാടുകൾ പോലെ മരങ്ങളാണ്. പല നമ്മളിപ്പം നേരത്തെ ഓസ്ട്രേലിയയിലൊന്നും കണ്ട പോലെയുള്ള ഒരേ ജാതി മരങ്ങളല്ല, വിവിധ ടൈപ്പിലുള്ള മരങ്ങളാണ് നമ്മളിവിടെ രണ്ട് സൈഡിലും കാണുന്നത്. നമ്മൾ ബുഡാപെസ്റ്റിനെ സമീപിക്കുമ്പോൾ ചരിത്ര സ്മാരകങ്ങളും പ്രകൃതിദത്ത ലാൻഡ്മാർക്കുകളും പതിവായി മാറുന്നു. അക്കിൻകമിലെ റോമൻ അവശിഷ്ടങ്ങൾ പോലുള്ള സൈറ്റുകൾ ഈ പ്രദേശത്തിൻ്റെ ചരിത്രപരമായ ആഴത്തെ ഓർമ്മിപ്പിക്കുന്നു. പുരാതന നാഗരികതയുടെ അവശിഷ്ടങ്ങൾ ഈ ഭൂമിയുടെ നീണ്ടതും നിലകൊള്ളുന്നതുമായ ഭൂതകാലത്തെക്കുറിച്ച് ഒരു വിചിത്രമായ പ്രതിഫലനം വാഗ്ദാനം ചെയ്യുന്നു. ഇത് മുന്നിലുള്ള തലസ്ഥാന നഗരത്തിൻ്റെ ആധുനികതയ്ക്കെതിരായി നമ്മൾ ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒത്തിരി ഒരു ടൗൺഷിപ്പാണ്. നമ്മൾ ബുഡാപെസ്റ്റിൻ്റെ ഔട്ടർ ഏരിയകളാണ്. വലിയ ടൗൺഷിപ്പാണ്. ലെഫ്റ്റ് സൈഡിലെല്ലാം നിറയെ കെട്ടിടങ്ങളും ഓരോ ഓഫീസുകളോ പിന്നെ ഫാക്ടറീസൊക്കെയാണെന്ന് തോന്നുന്നു. നിങ്ങൾ ബുഡാപെസ്റ്റിനെ സമീപിക്കുമ്പോൾ ഡ്രൈവ് ഹംഗറിയുടെ തലസ്ഥാനത്തിൻ്റെ ഊർജ്ജത്തിലേക്കുള്ള ഒരു സൗമ്യമായ സമീപനമായി മാറുന്നു. ബുഡാപെസ്റ്റിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ തിരക്കേറിയ ഒരു മെട്രോപൊളിറ്റൻ പ്രദേശത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രതീക്ഷയോടെ ഗ്രാമീണതയുടെ ശാന്തത സമന്വയിപ്പിക്കുന്നു. സമാധാനപരമായ കൃഷിയിടങ്ങളും ബുഡാപെസ്റ്റിലെ ചടുലമായ നഗരദൃശ്യവും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധേയമാണ്. ഹംഗേറിയൻ സമതലങ്ങളിലെ ശാന്തമായ വിസ്തൃതിയിൽ നിന്ന് രാജ്യത്തിൻ്റെ ചടുലമായ ഹൃദയത്തിലേക്ക് നമ്മളെ നയിച്ച ഒരു യാത്രയുടെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നു ഇത്. ഇപ്പോൾ നമ്മൾ കോട്ടയം നഗരത്തിലെ ഷീമാട്ട് റൗണ്ടാനയുടെ അവിടെ ചെയ്ത പോലെയുള്ള ഒരു റൗണ്ടാന പോലെ തോന്നുന്നു. പക്ഷേ ഇത് താഴെ നിന്ന് ആൾക്കാർ കയറി ക്രോസ് ചെയ്യാനുള്ളതല്ല. മോള് വഴിയുള്ള ഓവർ ബ്രിഡ്ജ് വരുന്ന വണ്ടികൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാനുള്ള ഒരു റൗണ്ടാനയാണത് മുകളിൽ.
നാട്ടിൻപുറങ്ങളിലെ ശാന്തതയിൽ നിന്നും ബുഡാപെസ്റ്റിൻ്റെ ചലനാത്മകമായ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ യാത്രയുടെ അവസാന ദൈർഘ്യം പ്രതിഫലിപ്പിക്കുന്ന നിമിഷം പ്രദാനം ചെയ്യുന്നു. പ്രൗഢഗംഭീരമായ കെട്ടിടങ്ങളും തിരക്കേറിയ തെരുവുകളും പ്രതീകാത്മകമായ ഡാന്യൂബ് നദിയുമുള്ള നഗരത്തിലേക്കുള്ള സമീപനം ഭൂമിശാസ്ത്രപരമായ മാറ്റത്തെ മാത്രമല്ല കാലത്തിലൂടെയും സംസ്കാരത്തിലൂടെയും ഉള്ള ഒരു യാത്രയെ സൂചിപ്പിക്കുന്നു. ചരിത്രവും പ്രകൃതി സൗന്ദര്യവും നിറഞ്ഞ ഹംഗറിയിലെ വിശാലമായ കൃഷിയിടങ്ങൾ ബുഡാപെസ്റ്റിൻ്റെ ചരിത്രപരമായ മഹത്വത്തിനും ആധുനിക പ്രസരിപ്പിനും വഴിയൊരുക്കുന്നു. ഓസ്ട്രിയനാഥത്തിൽ നിന്ന് ബുഡാപെസ്റ്റിലേക്കുള്ള കാർ യാത്ര ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്കുള്ള ഒരു യാത്ര മാത്രമല്ല, കാർഷിക പാരമ്പര്യവും ചരിത്രപരമായ പ്രാധാന്യവും സാംസ്കാരികവും ആഴമുണ്ട് സമ്പന്നമായ ഭൂപ്രകൃതിയിലൂടെയുള്ള ഒരു യാത്രയാണിത്. ഹംഗറിയിലെ കൃഷിയിടങ്ങളിലൂടെ ശാന്തമായ സൗന്ദര്യത്തിന് സാക്ഷ്യം വഹിക്കാനും ആകർഷകമായ ഗ്രാമങ്ങൾ പരിവേഷണം ചെയ്യാനും പ്രദേശത്തിൻ്റെ പ്രകൃതിത്വവും ചരിത്രപരമായ നീതികളെ അഭിനന്ദിക്കാനും ഡ്രൈവ് ഒരു സവിശേഷ അവസരം നമുക്ക് നൽകുന്നു. ചുരുക്കത്തിൽ ഓസ്ട്രിയനാഥത്തിൽ നിന്ന് ബുഡാപെസ്റ്റിലേക്കുള്ള ഒരു കാർ യാത്ര ഗ്രാമീണ ഹംഗറിയുടെ സാരാംശം ഉൾക്കൊള്ളുന്നു. ഉരുളുന്ന വയലുകളുടെയും സമ്പന്നമായ ചരിത്രത്തിൻ്റെയും സാംസ്കാരിക തുടർച്ചയുടെയും ഒരു ദേശം. ഹംഗറിയുടെ കാർഷിക പൈതൃകത്തോടുള്ള സഞ്ചാരികളുടെ വിലമതിപ്പിനെ സമ്പന്നമാക്കുകയും തലസ്ഥാന നഗരത്തിൽ കാത്തിരിക്കുന്ന ഊർജ്ജസ്വലമായ ജീവിതത്തിന് വിഭിന്നമായ വ്യത്യാസം നൽകുകയും ചെയ്യുന്ന ഒരു യാത്രയാണിത്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ ഒരു ചാനലിന് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നതിന് അത് വളരെ ഉപകരിക്കപ്പെടും. ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ഈ ബുഡാപെസ്റ്റ് നഗരത്തിൻ്റെ ഔട്ടറിൽ നിന്നും നഗരത്തിലേക്കുള്ള യാത്രയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മോടൊപ്പം യാത്ര ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.